നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനകീയ വികസന മുന്നണി പ്രഖ്യാപന സമ്മേളനം ജൂലൈ 20-ന്. തിരഞ്ഞെടുപ്പ് ജൂലൈ 26-ന് കേളികൊട്ടുയരും. ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ അപകടം, മധ്യവയസ്കന് കാലറ്റു. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ജനകീയ വികസന മുന്നണിയുടെ പ്രഖ്യാപന സമ്മേളനം ജൂലൈ 20-ന് നടക്കും. മാറി മാറി വരുന്ന ഭരണകർത്താക്കളുടെ അഴിമതിയും സ്വജനപക്ഷപാതവും കാരണം അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും വേണ്ട വിധം സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് ജനകീയ വികസന മുന്നണി പ്രവർത്തകർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനെതിരെ പൊതുജനം ഇനിയെങ്കിലും ഒത്തുചേർന്ന ഒരു സംഘവും ശക്തിയുമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അതിനുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ് ജനകീയ വികസന മുന്നണിയെന്നും ഇവർ പറഞ്ഞു. 20-ന് നടക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ പ്രമുഖ മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ, പ്രമുഖ മാധ്യമ പ്രവർത്തകനായ C ദാവൂദ്, പ്ലാച്ചിമട സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ, പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക RK ആശ, KS അബ്ദുൾ മജീദ്, KA നസറുദ്ദീൻ എന്നിവർ പങ്കെടുക്കുമെന്ന് ജനകീയ വികസന മുന്നണി പ്രവർത്തകനായ KA മുഹമ്മദ് ഷഫീർ, റഷീദ് പാവറട്ടി, ഉണ്ണികൃഷ്ണൻ കോക്കാട്ട്, ഫരീദ സദറുദ്ദീൻ എന്നിവർ അറിയിച്ചു. കോടതിയുടെ പരിഗണനയിലില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ ജൂലൈ 26-ന് തീരുമാനിക്കപ്പെടുന്നതോടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കും. വാർഡ് വിഭജനം പൂർത്തിയാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. പുതിയ വോട്ടർമാരെ ചേർക്കുന്ന പ്രവർത്തനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജൂലൈ 26-ന് ജില്ലാ കേന്ദ്രത്തിൽ വെച്ച് സംവരണ വാർഡുകൾ തീരുമാനിക്കപ്പെടുന്നതോടെ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം തെളിയും. തുടർന്നുള്ള ദിവസങ്ങളിൽ കടുത്ത തെരഞ്ഞെടുപ്പ് ജ്വരത്തിലേക്ക് കേരളം പോകുമെന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇരിഞ്ഞാലക്കുട കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനിൽ മുന്നോട്ട് നീങ്ങിയ ട്രെയിനിൽ ചാടിക്കയറുവാൻ ശ്രമിക്കുന്നതിനിടെ അപകടം. ചങ്ങനാശ്ശേരി സ്വദേശി 65-കാരൻ ജോസഫാണ് അപകടത്തിൽപ്പെട്ടത്. 3:30-നുള്ള വേണാട് എക്സ്പ്രസിൽ ചാടിക്കയറുവാൻ ശ്രമിക്കുന്നതിനിടെ കാല് തെറ്റി പാളത്തിലേക്ക് വീഴുകയായിരുന്നു. ട്രെയിനിലെ ഓഫ് സൈഡിൽ നിന്നാണ് ഇയാൾ ചാടിക്കയറുവാൻ ശ്രമിച്ചത്. പാളത്തിലേക്ക് വീണ ഇയാളുടെ വലത് കാലിലൂടെ ട്രെയിനിന്റെ ചക്രങ്ങൾ കയറുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾ ഇയാളെ ഉടനെ ആളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.